ഹായ് മൈ ഡിയർ ലേണേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് യൂസ്ഫുൾ ഫ്രേസസ് ആണ്. ഇനി ഈ ഫ്രേസസ് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുക എന്നല്ലേ പറഞ്ഞു തരാം. ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്ന ഫ്രേസസ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് അത് നിങ്ങൾ സംസാര ഭാഷയിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആവുകയും ചെയ്യും. ഓരോ ഫ്രേസസും നമുക്ക് എക്സാമ്പിൾസിൻ്റെ സഹായത്തോടെ പഠിച്ചു പോകാം. സോ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ഫ്രേസിലേക്ക് കടക്കുന്നതിന് മുൻപ് അതെന്തൊക്കെ സന്ദർഭത്തിൽ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഫ്രേസ് നമ്മൾക്ക് ഉപകാരപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കാണുകയാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഒരാളെ കാണുന്നു. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ സാധാരണ ചോദിക്കുന്നത് എന്തായിരിക്കും? ഹൗ ആർ യു എന്നായിരിക്കും ചോദിക്കാം. ഇനി നമുക്കതൊന്ന് മാറ്റിപ്പിടിക്കാം. ഹൗ ആർ യു പോലെ തന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ഫ്രേസാണ് ഹൗ ഹാവ് യു ബീൻ. എന്താണ്? ഹൗ ഹാവ് യു ബീൻ. ഫോർ എക്സാമ്പിൾ, ഹേ സെറ, ലോങ് ടൈം നോ സീ, ഹൗ ഹാവ് യു ബീൻ. ഇങ്ങനെ ചോദിക്കാം. അതായത് കുറച്ച് നാളായല്ലോ സെറ നിന്നെ കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ? അതിന് പകരം നമുക്ക് ചോദിക്കാവുന്ന ഒരു ഫ്രേസാണ് ഹൗ ഹാവ് യു ബീൻ എന്നത്. ഇനി ഇതേ സന്ദർഭത്തിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഫ്രേസാണ് വാട്ട്സ് ന്യൂ വിത്ത് യു. അതായത് നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം? വാട്ട്സ് ന്യൂ വിത്ത് യു എന്ന് ചോദിക്കാം. എക്സാമ്പിൾ നോക്കാം. ഹേ, വാട്ട്സ് ന്യൂ വിത്ത് യു ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളായിട്ട് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാവുന്നതാണ് വാട്ട്സ് ന്യൂ വിത്ത് യു എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു കോൺവെർസേഷൻ്റെ തുടക്കത്തിലായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന രണ്ട് ഫ്രേസസ് ആണ് ഹൗ ഹാവ് യു ബീൻ എന്നതും അതുപോലെ തന്നെ വാട്ട്സ് ന്യൂ വിത്ത് യു എന്നതും. ഇനി പൊളൈറ്റ്നെസ്, അതായത് വിനയം കാണിക്കേണ്ട സന്ദർഭത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഫ്രേസസ് പരിചയപ്പെടാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ നന്ദി പറയാൻ എപ്പോഴും ഇംഗ്ലീഷിൽ എന്താ യൂസ് ചെയ്യാറ്? സാധാരണയായിട്ട് നമ്മൾ താങ്ക് യു ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് നന്ദി പറയണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ താങ്ക് യു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ വേണ്ടിയിട്ട് യു ഹെൽപ്ഡ് മീ സോ മച്ച്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് അങ്ങനെ പറയാം. ഇനി യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് അങ്ങനെയും പറയാം. അതായത് നീ ചെയ്ത കാര്യത്തെ ഞാൻ നല്ല രീതിയിൽ വിലമതിക്കുന്നു എന്ന രീതിയിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത ഫ്രേസ് നോക്കാം. വളരെ വിനയത്തോടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ അപേക്ഷിക്കാനോ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് അടുത്തത്. വുഡ് യു മൈൻഡ് വെച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, നിനക്ക് ജലം അടക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അതെങ്ങനെ ചോദിക്കാം? ഇവിടുത്തെ ഫ്രേസ് എന്താണ്? വുഡ് യു മൈൻഡ് എന്നുള്ളതാണ് ഫ്രേസ്. അപ്പോൾ എങ്ങനെ ചോദിക്കാം? വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ വിൻഡോ എന്ന് ചോദിക്കാം. ഇനി അടുത്തത്, ഒരു സെക്കൻഡ് എന്നെ സഹായിക്കുന്നതിൽ വിരോധമുണ്ടോ എങ്ങനെ ചോദിക്കും? വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ ഫോർ എ സെക്കൻഡ് എന്ന് ചോദിക്കാം. ഇനി അടുത്ത ഫ്രേസാണ് ഗോ എഹെഡ്. നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു ഫ്രേസ് ആയിരിക്കും അത്. ഗോ ഹെഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു പ്രചോദനം കൊടുക്കാൻ അല്ലെങ്കിൽ അനുവാദം കൊടുക്കാനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഗോ ഹെഡ് എന്നുള്ള ഫ്രേസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ തുടങ്ങിക്കോ, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോ ഹെഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഗോ ഹെഡ്, ഐ ആം ലിസണിങ് എന്ന് പറയാം. ഇനി നിനക്ക് ചെയ്യാൻ പറ്റും, നീ മുന്നോട്ട് പൊക്കോ, അതായത് ഒരു പ്രചോദനം കൊടുക്കുകയാണ്. അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഗോ ഹെഡ് യൂസ് ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ്, ഗോ ഹെഡ് എന്ന് പറയാം. നിനക്കത് ചെയ്യാൻ പറ്റും, നീ മുന്നോട്ട് പോവൂ എന്ന് നമ്മൾ പറയില്ലേ? അങ്ങനെ പ്രചോദനം കൊടുക്കുന്ന സന്ദർഭങ്ങളിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഗോ ഹെഡ് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഒരാൾ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ടാവും, യോജിപ്പുണ്ടാവും. അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന കുറച്ച് ഫ്രേസസ് ആണ് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ടോട്ടലി എഗ്രി വിത്ത് യു എന്ന് പറയാം. എന്ത് പറയാം? ഐ ടോട്ടലി എഗ്രി വിത്ത് യു എന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞു നിർത്തുമ്പോൾ
നിങ്ങൾക്കത് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ഫ്രേസാണ് അബ്സല്യൂട്ട്ലി എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അയാൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്നർത്ഥമാക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ നമുക്ക് എന്ത് പറയാം, അബ്സല്യൂട്ട്ലി എന്നുള്ള ഫ്രേസും യൂസ് ചെയ്യാം. ഒരു കാര്യത്തോട് അനുകൂലിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഫ്രേസസ് ആണ് നമ്മൾ പറഞ്ഞത്. ഐ ടോട്ടലി എഗ്രി വിത്ത് യു എന്നും പറയാം, അതുപോലെ തന്നെ അബ്സല്യൂട്ട്ലി എന്നും പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ തിങ്ക് എന്ന് പറയാം. അതായത് അത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്, അത് തന്നെയാണ് ഞാനും വിചാരിച്ചതെന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് പറയാം, ദാറ്റ് എക്സാക്ട്ലി വാട്ട് ഐ തിങ്ക് എന്ന് പറയാം. ഇനി വേറൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്, ഞാൻ പറയാൻ വന്നത് തന്നെയാണ് നീ പറഞ്ഞത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് യു ടുക്ക് ദ വേർഡ്സ് റൈറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത് എന്ന് പറയാം. ഞാൻ പറയാൻ വന്ന കാര്യം തന്നെയാണ് നീ പറഞ്ഞത് എന്നർത്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അതിനോട് യോജിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന മറ്റൊരു ഫ്രേസാണ് ദാറ്റ്സ് എ ഫെയർ പോയിന്റ്. ഈ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, നീ പറഞ്ഞത് ശരിയാ, നീ പറഞ്ഞത് കാര്യമാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ദാറ്റ്സ് എ ഫെയർ പോയിന്റ്. എന്താണ് ദാറ്റ്സ് എ ഫെയർ പോയിന്റ്? ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങളത് കേട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് വിനയത്തോടെ ചോദിക്കാം. മേലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാര്യം പറഞ്ഞു നിർത്തി, അത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് വിനയത്തോടു കൂടിയായിരിക്കും അയാളോട് ചോദിക്കാം. അപ്പോൾ എങ്ങനെ ചോദിക്കാം? കുഡ് യു സേ ദാറ്റ് അഗെയിൻ പ്ലീസ് എന്ന് ചോദിക്കാം. കുഡ് യു സേ ദാറ്റ് അഗെയിൻ പ്ലീസ് എന്ന് ചോദിക്കാം. അതായത് ദയവായിട്ട് ഒന്നുകൂടി അത് പറയാമോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളത് കേട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? ഇപ്പോൾ ക്ഷമിക്കണം, എനിക്കത് മനസ്സിലായില്ല എന്നെങ്ങനെ പറയും? സോറി ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ് എന്ന് പറയും. എന്താണ് സോറി ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്? അതായത് ഞാനത് കേട്ടില്ല അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അതുപോലെ തന്നെ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു ഫ്രേസാണ് വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? നീ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ചോദിക്കും അല്ലേ. അതാണ് വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് എന്ന് ചോദിക്കാം. ഇനി ഇതിനെ തന്നെ നമുക്കൊന്ന് വേറെ രീതിയിൽ പറയാം. ഈ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ് എന്നുള്ളതിനെ വേറൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു നോക്കാം. ഇവിടെ നീ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എനിക്ക് ചോദിക്കണം, ആസ് സൂൺ ആസ് പോസിബിൾ എന്നതുകൊണ്ട് ശരിക്കും നീ എന്താ ഉദ്ദേശിച്ചത്? നമ്മൾ പഠിച്ച ഫ്രേസാണ് വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്, നീ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്. ഇവിടെ എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നതുകൊണ്ട് ശരിക്കും നീ എന്താണ് ഉദ്ദേശിച്ചത്? അതാണ് നമ്മളുടെ ചോദ്യം മലയാളത്തിൽ. ഇനി അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? നമുക്ക് ചോദിക്കേണ്ട എന്താണ്, ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത്? അതിനെയാണ് നമ്മൾക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ എന്താണ് വാട്ട് ഡു യു, അത് സെയിം തന്നെയാണ്. ശരിക്കും എന്നുള്ളതിന് നമ്മൾ അവിടെ എന്ത് കൊടുക്കും? എക്സാക്ട്ലി. വാട്ട് ഡു യു എക്സാക്ട്ലി മീൻ ബൈ ദാറ്റ് എന്നുള്ളതിന് പകരം ഇവിടെ എന്താണ് ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് കൊടുക്കും. അതായത് അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാറ്റി നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ എന്നതുകൊണ്ട് നീ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചതെന്നാക്കി ചോദ്യം. അപ്പോൾ എങ്ങനെ വരും? വാട്ട് ഡു യു എക്സാക്ട്ലി മീൻ ബൈ ആസ് സൂൺ ആസ് പോസിബിൾ. ആസ് സൂൺ ആസ് പോസിബിൾ കൊണ്ട് എന്താണ് നീ ശരിക്കും ഉദ്ദേശിച്ചത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് കുറച്ച് ഫ്രേസസ് ആണ്. അപ്പോൾ ഈ ഫ്രേസസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ സെൻറ്റൻസസ് മാത്രമല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫ് സെൻറ്റൻസിലും ഈ പറഞ്ഞ ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളത് പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ എക്സാമ്പിൾസ് കമൻസിൽ നിങ്ങളൊന്ന് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഇത് നിങ്ങളുടെ മൈൻഡിലേക്ക് രജിസ്റ്റർ ആവണം എന്നില്ല. സോ നിങ്ങളത് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ കൂടുതൽ നിങ്ങളുടെ മൈൻഡിലേക്ക് രജിസ്റ്റർ ആവും. അതുകൊണ്ടാണ് ഞാൻ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്തിട്ട് കമൻ്റായിട്ട് ഇടാനായിട്ട് പറയുന്നത്. If you like the video, please like, share and subscribe. Thanks for watching.